വിദ്യാഭ്യാസം നൽകപ്പെടുന്ന, സമന്വയിപ്പിച്ച് നൽകപ്പെടുന്ന ഒരു സ്ഥാപനത്തിലോ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മർക്കസിൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു കയ്യൊപ്പിന്റെ പിൻബലത്തിൽ ഇവിടെ പഠിച്ച എത്രയോ നിരാലംബരും അനാഥരുമായിട്ടുള്ള കുട്ടികൾ മധ്യപൗരസ്ത്യ ദേശത്ത്, സ്വദേശത്ത്, വിദേശത്ത് എല്ലാം നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ ഏത് സ്ഥാപനമാണ്, ഏത് സ്ഥാപനത്തിന്റെ മേലാധികാരിയാണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്ര നമ്മളെ മറ്റൊരു സ്ഥാപനത്തിന്റെയും നാലയലത്ത് പോലും എത്തിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ആ അന്വേഷണത്തിന്റെ എല്ലാ വഴികളും അവസാനിക്കുക മർക്കസു സഖാഫത്ത് സുന്നിയയുടെ കവാടത്തിലാകും എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഈ സ്ഥാപനവുമായി പുലർത്തുന്നവർക്ക് പോലും ഉണ്ടാകും എന്ന് കരുതാനാവില്ല. ഈ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ഭാഗ്യം ചെയ്തവരാണ്. അവർക്ക് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ അധികം അനുഭവങ്ങൾ, ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ എല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർക്ക് വിജയിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുക. എല്ലാവരും വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോഴും പരാജിതരായി ചിലരെങ്കിലും ഉണ്ടാകും. ഈ അലൂമിനി മീറ്റിന്റെ സംഘാടകന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ നടത്തുമ്പോൾ പിന്നിട്ട വഴിയിൽ നമുക്കൊപ്പം നടക്കാൻ കഴിയാതെ പോയവരെ നാം വിസ്മരിക്കരുത്. അവർക്കൊരു കൈത്താങ് നൽകാൻ, അവരെയും നമ്മളെപ്പോലെ ജീവിത വിജയത്തിന്റെ വീഥിയിലേക്ക് കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രമിക്കണം. അത്തരം ശ്രമങ്ങളും ഇതോടൊപ്പം നടക്കുമ്പോഴാണ് ഒരു ലക്ഷ്യം അതിന്റെ സമ്പൂർണത പ്രാപിക്കുക. ആ സമ്പൂർണത സ്വയത്തമാക്കാൻ ആ ദൗത്യവും കൂടി നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ഞാൻ അങ്ങനെ ഒരാളും വിചാരിക്കേണ്ടതില്ല. ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവനല്ല. ഒരാളും ഒരാൾക്കും പാരയല്ല. ഒരാളും ഒരാൾക്ക് മുന്നിലും പ്രതിബന്ധങ്ങൾ തീർക്കുന്നവനല്ല. നിങ്ങൾക്ക് നിശ്ചയമുണ്ടാകും, ലോകത്തിന്നോളം ജീവിച്ചു മരിച്ചുപോയിട്ടുള്ള മനുഷ്യർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, ലോകാവസാനം വരെ ഈ ഭൂമുഖത്ത് ജീവിക്കും എന്ന് അല്ലാഹു നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർ, ഇവരുടെ എല്ലാവരുടെയും വിരലടയാളങ്ങൾ, തമ്പ് ഇംപ്രഷൻ വ്യത്യസ്ത. ഇന്ന് വരെ ലോകത്ത് രണ്ടു പേരുടെ വിരലടയാളം സമാനമായതായി കണ്ടെത്തിയിട്ടില്ല. വിരലടയാളങ്ങളിലെ ഈ വ്യതിരക്തത ഓരോ മനുഷ്യന്റെയും ജീവിത ധർമ്മത്തിന്റെ വൈവിധ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നാം അറിയുക. എന്റെ ജീവിത ദൗത്യമാവില്ല നിങ്ങളുടെ ജീവിത ദൗത്യം. ഓരോരുത്തരുടെ ജീവിത ദൗത്യവും ലക്ഷ്യവും വ്യത്യസ്തമാണ്. നന്മയുടെ മഹാസാഗരത്തിലൂടെ തത്വചിന്തകനെ കുറിച്ച് ജോർജ് ബെർണാഡ് ഷാ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ചിലർ അദ്ദേഹത്തെ ചെന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തോട് അവരിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്കൊരു പുനർജന്മമുണ്ടാകുമെങ്കിൽ നിങ്ങൾ ആരായിട്ട് ജനിക്കുവാനാണ് ഇനി ആഗ്രഹിക്കുക? ചോദ്യകർത്താവ് പ്രതീക്ഷിച്ചത് ഞാൻ ബെർണാഡ് ഷായായിട്ട് തന്നെ ജനിക്കണമെന്നാണ്
ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഷാ മറുപടി നൽകും എന്നായിരുന്നു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജോർജ് ബെർണാഡ് ഷാ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്, ഐ വോണ്ട് ടു ബി ആൻ അനദർ മാൻ. മറ്റൊരു മനുഷ്യനായി ജനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തേ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ ബെർണാഡ് ഷാ അതിന് നൽകിയ മറുപടി, ജോർജ് ബെർണാഡ് ഷാ എന്നുള്ള നിലയിൽ ഈ ഭൂമുഖത്ത് ഞാൻ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ധർമ്മങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ബെർണാഡ് ഷാ എന്ന് പറയുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ മറ്റൊന്നും ചെയ്യാനില്ല. ഇനി എനിക്കൊരു പുനർജന്മമുണ്ടാകുമെങ്കിൽ മറ്റൊരു മനുഷ്യനായി ജനിച്ച് അയാളുടെ ജീവിത ഉത്തരവാദിത്തങ്ങളും പാലിച്ച് പൂർത്തിയാക്കി കാലത്തിന്റെ മറുതീരത്തേക്ക് നടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിൽ അങ്ങനെ ഉത്തരം പറയാൻ വലിയ മഹാന്മാരായിട്ടുള്ള മഹത്തുക്കൾക്കായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പ്രവാചകന്മാരുടെയും അമ്പിയാ മുർസലീങ്ങളുടെയും കാര്യം നമുക്ക് മാറ്റിവെക്കാം. കാരണം അവർ ആ ഗണത്തിൽ എന്നേ സ്ഥാനം പിടിച്ചിട്ടുള്ളവരാണ്. പക്ഷേ മനുഷ്യർക്കിടയിൽ ആ പദവി അത്യപൂർവം പേർക്കേ ലഭിച്ചിട്ടുണ്ടാകൂ. സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് എന്റെ ജീവിത ദൗത്യം മുഴുവൻ ഞാൻ പൂർത്തിയാക്കി, ഇനി മറ്റൊരു മനുഷ്യനായി ജനിച്ച് അയാളുടെ ജീവിത ദൗത്യം നിർവഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചൊല്ലാൻ അങ്കുലി പരിമിതർക്കേ കഴിയൂ. ഞാൻ ചിലപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് ചുറ്റും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ആ അന്വേഷണം ഈ സ്ഥാപനത്തിന്റെ മേലാധികാരിയായിട്ടുള്ള ഷെയ്ഖുന എ.പി. അബൂബക്കർ മുസ്ലിയാർ അവർകളിൽ എന്നെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യത്തിന്റെ നിർവഹണ പാതയിൽ വിജയശ്രീലാളിതനായി മുന്നോട്ടു പോവുകയാണ്. അങ്ങനെ ജീവിതം കേവലം വെറും ജീവിച്ച് തീർക്കാനല്ലാതെ അശരണർക്കും നിരാലംബർക്കും തന്റെ ചുറ്റും ജീവിക്കുന്നവർക്കും അത്താണിയും പ്രകാശവും നൽകി ജീവിത വീഥികൾ തീർക്കാൻ അത്യപൂർവം വ്യക്തികൾക്കേ കഴിയൂ. ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശസ്തനായ നാടകകൃത്ത് ചെറുകാട്, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നാടകമുണ്ട്. ആ നാടകത്തിന്റെ ഇതിവൃത്തം ചിന്തോദ്ദീപകമാണ്. ചെറുകാടിന്റെ നാടകത്തിൽ ഒരു കഥ പറയുകയാണ്. വർത്തമാനകാലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോഗതമില്ലായ്മയെക്കുറിച്ച് ഒരു നാട്ടുരാജാവ്, ഒരു നാട്ടുപ്രമാണി, ആ നാട്ടുപ്രമാണിക്ക് ഒരു സ്മാരകം പണിയാൻ നാട്ടിലെ ആളുകൾ തീരുമാനിച്ചു. വിവരം രാജാവിനെ അറിയിച്ചു. അദ്ദേഹത്തിനും വലിയ സന്തോഷമായി. ജീവിച്ചിരിക്കെ തനിക്കൊരു സ്മാരകം. ആളുകൾ എന്താണ് രാജാവിന് വേണ്ടി സ്മാരകമായിട്ട് പണിയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അവസാനം അവർ തീരുമാനിച്ചു ഒരു അത്താണി പണിയാൻ. അത്താണി പണിയാൻ വേണ്ട കല്ലുകളും മറ്റു ഉപകരണങ്ങളും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടു. സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. തനിക്ക് വേണ്ടി തന്റെ പ്രജകൾ പണികഴിപ്പിച്ചിരിക്കുന്ന സ്മാരകം കാണാൻ കൊട്ടും കുരവയുമായി ആനയും അമ്പാരിയുമായി രാജാവ് എഴുന്നള്ളി. രാജാവിന് ബോധിച്ചു തനിക്ക് വേണ്ടി തന്റെ പ്രജകൾ പണിത സ്മാരകം. തിരിച്ചു പോരുന്നതിന്റെ മുൻപ് രാജാവ് അവരോട് ചോദിച്ചു, ഇതിന്റെ ഉപയോഗം എന്താണ്? ഇതിന്റെ പ്രയോജനം എന്താണ്? കൂടിയ ആളുകൾ പറഞ്ഞു,
ആളുകൾ തലച്ചുമടായി ഭാരം ചുമന്ന് പോകുമ്പോൾ അവർക്കവരുടെ ഭാരം ഇറക്കി വെക്കാൻ ഈ അത്താണി അവർക്ക് ഉപയോഗിക്കാം. നടന്നു പോകുന്ന മനുഷ്യർക്ക് കുറച്ച് സമയം തണലിൽ വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഈ അത്താണിയുടെ തണലിൽ അവർക്ക് വിശ്രമിക്കുകയും ചെയ്യാം. അപ്പോഴൊക്കെ അങ്ങയെക്കുറിച്ച് അവർ ഓർക്കും. ഇത് കേട്ട മാത്രയിൽ കോപാകുലനായ രാജാവ് പ്രജകളുടെ നേരെ തിരിഞ്ഞ് തന്റെ ക്ഷോഭം പ്രകടിപ്പിച്ചു. രാജാവിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായ പ്രജകൾ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു, ഈ അത്താണിയുടെ മേൽ ആരും ഭാരം ഇറക്കി വെക്കുവാൻ പാടുള്ളതല്ല എന്ന്. അത് വലിയ അക്ഷരത്തിൽ ആ അത്താണിയിന്മേൽ എഴുതി വെച്ചു. അത് വായിച്ച് സംതൃപ്തനായി രാജാവ് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ചെറുകാട് പറയാൻ ആഗ്രഹിച്ചത് പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള മനോഗതമില്ലായ്മയെക്കുറിച്ചാണ്. സ്വാർത്ഥതയിൽ അഭിരമിക്കുന്ന പുതിയ കാലത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം മർക്കസ് എന്ന സ്ഥാപനം ഇവിടെ പണിതു. ഒരത്താണിയായിട്ട് ഒരുപാട് നിരാലംബർക്ക് അതവരുടെ ഭാരം ഇറക്കി വെക്കുവാനുള്ള സാഹചര്യവും സന്ദർഭവും ഒരുക്കി കൊടുത്തു. നിരവധി ആളുകൾക്ക് അത് ആശ്വാസത്തിന്റെ തെളിനീർ പകർന്നു നൽകുകയുണ്ടായി. അങ്ങനെ ജീവിച്ചിരിക്കെ തന്റെ ഒരു സ്മാരകം എന്നുള്ള നിലയിൽ ഈ മഹത്തായ സ്ഥാപനത്തെ മാറ്റിയെടുക്കുവാൻ ഷെയ്ഖുന എ പി അബൂബക്കർ മുസ്ലിയാർ അവർക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യത്തിന്റെ വഴിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നാഴികക്കല്ലുകൾ ഈ സ്ഥാപനത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ വഴികൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന് പിന്നിടാൻ സാധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാനും നിങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതം സാർത്ഥകമായി എന്ന് നമുക്ക് സമാശ്വസിക്കുവാൻ കഴിയൂ. നിരാലംബർക്ക്, നിരാശ്രയർക്ക് ഒരു കൈത്താങ്ങാകാൻ കഴിയുക എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് നമ്മൾ അറിയുക. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനും അല്ലാഹുവും മാത്രമുള്ള ഒരേർപ്പാടായി കരുതേണ്ടതില്ല. അല്ലാഹു വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ സമീപിക്കുവാൻ, എന്റെ സാമീപ്യത്തിലെത്തുവാൻ കഴിയുക നിങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികളിലൂടെ മാത്രമായിരിക്കും എന്ന്. കഷ്ടപ്പെടുന്നവന്റെ കണ്ണീര് കാണാതെ സ്വർഗലബ്ധി ആർക്കും സാധ്യമല്ല. പ്രയാസമനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പാതെ നമുക്കാർക്കും ദൈവത്തിന്റെ സാമീപ്യ സിദ്ധി സാധ്യമാവുകയില്ല. ദുരിതങ്ങളും ദുരന്തങ്ങളും പേറുന്ന മനുഷ്യൻ, ആ മനുഷ്യർക്ക് ജീവിത വിജയം നേടിക്കൊടുക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മതവും ദൈവവും തമ്മിലുള്ള കേവലം ചില ഏർപ്പാടാണ് വിശ്വാസം എന്നാണെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ അല്ല. ഇഹപര വിജയം നേടിത്തരേണമേ നാഥ എന്ന് ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നു. ഇഹത്തിലും പരത്തിലും എന്നെ വിജയിപ്പിക്കണമേ. ഈ ലോകത്ത് കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും മാറാപ്പുകൾ എന്റെ മേൽ നീ കെട്ടിവെച്ച് തരേണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കാറ്. ഇഹത്തിലും പരത്തിലും, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നീ തരേണമേ നാഥ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്ലാമിന്റെ സാർവലൗകികതയെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക.
ആ സർവലൗകിക ഗുണം ഇതുപോലുള്ള സ്ഥാപനത്തിൽ പഠിച്ചാൽ, പ്രത്യേകിച്ച് മർക്കസിൽ പഠിച്ചാൽ ഉണ്ടാകും. കാരണം സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ബോർഡിംഗ് മദ്രസയിൽ പഠിക്കും. അനാഥകളും നിരാലംബരുമായിട്ടുള്ളവർ ഓർഫനേജുകളിൽ പഠിക്കും. ഓർഫനേജിൽ പഠിക്കുന്ന കുട്ടികളുമായി നമുക്ക് നമ്മളുടെ ക്ലാസ്സിൽ വെച്ച് സംസാരിക്കുവാനാകും. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ജീവിതാനുഭവമാണ് നമ്മളെ ആർദ്രമാർന്ന മനസ്സിന്റെ ഉടമകളാക്കി മാറ്റുന്നത്. ആർദ്രത മനസ്സിലില്ലാതെ, ദീനാനുകമ്പ മനസ്സിലില്ലാതെ, കരുണ മനസ്സിലില്ലാതെ ഒരു മുസ്ലിമിന് സ്വർഗത്തിലെത്താൻ കഴിയില്ല. മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നമ്മളുടേതാണ് എന്ന ബോധ്യത്തിൽ മനസ്സിലാക്കി അവരെയും ഉദ്ധരിക്കുവാൻ, മുന്നോട്ട് കൊണ്ടുവരുവാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളുടെ പട്ടികയിൽ ഉൾപ്പെടുക. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട് നമ്മളുടെ ജീവിതം ഈ ഭൂമുഖത്ത് അല്ലാഹു നിശ്ചയിക്കുന്നത് വരെ ജീവിച്ച് നാളെ കാലത്തിന്റെ മറുതീരത്തേക്ക് നടന്നു പോകണം. ആ ഒരു വിചാരം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാകും. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നില്ല. മർക്കസ് സഖാഫത്ത് സുന്നിയ, ആ സ്ഥാപനത്തിന്റെ ഓരോ സ്ഥാപനത്തിലും ഓരോ മേഖലയിലും പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ ഈ സ്ഥാപനത്തോടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം, കൂറ്, കടപ്പാട് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും അവർ ഈ ക്യാമ്പസിൽ പറന്നെത്തും. വൈകല്യങ്ങളും വൈഷമ്യങ്ങളുമുള്ളവരെ ഒരു കൈത്താങ്ങ് നൽകി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ സ്ഥാപനവും ഉണ്ടാകും. മനുഷ്യനെയും മറ്റു മൃഗങ്ങളെയും പക്ഷികളെയും വേർതിരിച്ചു നിർത്തുന്നത് മനുഷ്യർ അവരവർക്കിടയിലെ ദുർബലരെ പരിരക്ഷിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. മൃഗങ്ങൾക്കിടയിൽ ഒരു വികലാംഗനെ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? മൃഗങ്ങൾക്കിടയിൽ ഒരു കണ്ണുപൊട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ബുദ്ധിഭ്രംശം സംഭവിച്ച ഒരു പക്ഷിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മൃഗങ്ങളിലും അതുണ്ടാകും. പക്ഷേ മൃഗങ്ങൾ എന്തു ചെയ്യും? ജീവിക്കുവാൻ അർഹതയില്ലാത്തവനാണവൻ എന്ന് പറഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ കൊന്നുകളയും. അതുകൊണ്ടാണ് പൂച്ചകൾക്കിടയിൽ, നായ്ക്കൾക്കിടയിൽ, പട്ടികൾക്കിടയിൽ, മറ്റു മൃഗങ്ങൾക്കിടയിൽ ഒരു വികലാംഗനെ നമുക്ക് കാണാൻ കഴിയാത്തത്, ഒരു ദുർബലനെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. നമ്മൾ കേട്ടിട്ടുണ്ട്, പഴമക്കാർ പറയാറുണ്ട്, പൂച്ച മക്കളെ തിന്നും എന്ന്. ശരിയാണ്, പൂച്ച മക്കളെ തിന്നും. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അതിജീവനത്തിന് അർഹതയില്ലാത്ത കുട്ടികളെ പൂച്ച കൊന്നുകളയും. എല്ലാ മൃഗങ്ങളും കൊന്നുകളയും. പക്ഷികൾ കൊത്തി കൊത്തി കൊല്ലും. മനുഷ്യൻ മാത്രം, അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വവും പ്രത്യേകതയും. അവരവർക്കിടയിലെ ദുർബലരെ പരിരക്ഷിക്കും, സംരക്ഷിക്കും. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആ മഹത്വമാർന്ന സ്വഭാവമാണ്. ആ സ്വഭാവത്തിന്റെ ഉടമകളാകാൻ നമ്മളുടെ വിശ്വാസം, നമ്മൾ പഠിച്ച സ്ഥാപനം, ഇതൊക്കെ സ്വാഭാവികമായും പ്രചോദനമാകും. അങ്ങനെ ഈ സ്ഥാപനം വലിയ പ്രചോദനങ്ങൾക്ക് ഹേതുവായിട്ടുണ്ടാകും. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ആ സ്ഥാപനത്തിന്റെ മേലാധികാരികളെ സംബന്ധിച്ചിടത്തോളം, മാനവികമായ വികാരം അവിടെ പഠിച്ചു വരുന്ന, അവിടെ നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ അങ്കൂരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. എത്രയോ വിദ്യാർത്ഥികളുടെ ഹൃദയാന്തരങ്ങളിൽ നന്മയുടെ, കാരുണ്യത്തിന്റെ നീരുറവ എന്നും അതിൽ നിന്ന്
തെളിനീർ